ഹലോ സുഹൃത്തുക്കളെ, വളരെ എളുപ്പത്തിൽ ഒരു അയില മുളകിട്ടത് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി കഞ്ഞി വെള്ളത്തിൽ കുതിർക്കുക, 5 മീഡിയം തക്കാളി, ഒരു മീഡിയം ഉള്ളി, 8 വെളുത്തുള്ളി, 8 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഒരു ചട്ടി ചൂടായി വരുമ്പോൾ 3 സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും പൊട്ടിച്ച്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റുക. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കുക. അവസാനമാണ് പ്രത്യേകം കൂട്ടുചേർക്കുന്നതില്ലത്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. ഓക്കെ, തക്കാളിയും പച്ചമുളകും കുതിർത്ത പുളിവെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് നേരം അടച്ചു വെക്കുക. പുളിവെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി അടച്ചു വെക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതുപോലെ ആവണം. കറിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. നല്ല തിള വന്നിട്ടുണ്ട്. അതിനുശേഷം അയിലയിട്ട് കൂട്ടി യോജിപ്പിച്ച് 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ കറി ആയിട്ടുണ്ട്. ശേഷം അതിന് മുകളിൽ കുറച്ച് കായപ്പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയില മുളശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.